അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്ത് അഹ്സാബിൻ്റെ ആദ്യത്തെ 3 ആയത്തുകൾ യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ എന്ന് തുടങ്ങുന്ന 3 ആയത്തുകളാണ് ജബ്ബാർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം, ഉഹദ് യുദ്ധാനന്തരം അബൂ സുഫിയാൻ, ഇക്രിമ, അബുൽ അഅ്വർ, അംർ ബിൻ സുഫിയാൻ ഇവർ മദീനയിൽ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂലിനെ വന്ന് കാണുകയും അദ്ദേഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുവാദം കൊടുത്തു, അവർക്ക് സംരക്ഷണവും നൽകി. അപ്പോൾ ആ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ സഅദ് ബിൻ അബീ സറഹ്, തുഅമ്മത്ത് ബിൻ ഉബൈരിഖ് ഇവരുണ്ടായിരുന്നു. മുഅഖിബ് ബിൻ ഖുശൈർ വൽ ജദ്ദ് ബിൻ ഖൈസ് ഇവരാണ് ഉണ്ടായിരുന്നത് എന്ന് മറ്റൊരു റിപ്പോർട്ടുമുണ്ട്. ഏതായിരുന്നാലും ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ടു. എന്തിനാണ് ചെന്ന് കണ്ടത്? ജബ്ബാർ പറയുന്നത്, ഉഹദിൽ മുഹമ്മദും ആളുകളും തോറ്റിട്ടും അവരുമായിട്ട് എങ്ങനെയെങ്കിലും ഒത്തുപോകാം എന്ന താല്പര്യത്തോടു കൂടി, വളരെ മാന്യമായ വിശാല മനസ്സോടു കൂടിയാണ് അബൂ സുഫിയാൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ടിട്ടുള്ളതെന്ന്. എന്നിട്ട് ദുശ്ശാഠ്യം കാരണം മുഹമ്മദ് അവർ പറഞ്ഞത് കേൾക്കാതെ അവരവിടെ നാട്ടിപ്പായിച്ചു. അപ്പോൾ എത്ര ദുശ്ശാഠ്യക്കാരനും ക്രൂരനുമാണ് മുഹമ്മദ് എന്നാണ് ജബ്ബാറിൻ്റെ ചോദ്യം. ഇത് കേട്ടാൽ തോന്നുന്നതാണ്, അബൂ സുഫിയാന് വളരെ മാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മുസ്ലിങ്ങളോടും നമ്മൾക്കിനി യുദ്ധമില്ലാതെ സൗഹൃദത്തിൽ കഴിയാം, ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കൂല, നിങ്ങൾ ഞങ്ങളെയും ആക്രമിക്കാൻ പാടില്ല എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി വന്നതാണ് എന്നതാണ്. ആവശ്യപ്പെടാൻ വേണ്ടി വന്നത് തന്നെയാണ്, പക്ഷെ ഉപാധി എന്തായിരുന്നു അത് മനസ്സിലാക്കുമ്പോഴാണ് ജബ്ബാറിൻ്റെ ദുഷ്ടബുദ്ധിയും അബൂ സുഫിയാനും ഇക്രിമയും ഒക്കെ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് അവിടെ വന്നിരുന്നത് എന്ന് മനസ്സിലാവുക. ജബ്ബാറിനെ പോലെയുള്ള ഇസ്ലാം വിരോധി അബൂ സുഫിയാനെ ന്യായീകരിക്കുന്നതിൽ, അബൂ സുഫിയാനെയും അതുപോലുള്ള ആളുകളെയും ന്യായീകരിക്കുന്നതിൽ അത്ഭുതമില്ല. അബൂ സുഫിയാൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇക്രിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിയുമായി ശത്രുതയിലുള്ള കാലത്തെ അബൂ സുഫിയാനും ഇക്രിമയുമാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ശേഷമുള്ള അബൂ സുഫിയാനെയും ഇക്രിമയുമല്ല. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണാമെന്നും സംസാരിക്കാമെന്നും തീരുമാനിച്ചു. അവർക്ക് അനുവാദം കൊടുത്തു, അവർക്ക് സംരക്ഷണം നൽകാമെന്ന് വാക്ക് കൊടുത്തു ഒക്കെ ചെയ്തു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ടു. കണ്ടിട്ട് എന്താണ് അവർ നബിയോട് ആവശ്യപ്പെട്ടത്? അതും ഈ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ, തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ തന്നെ തഫ്സീറുകളിൽ അത് കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത്, ഉർഫുൽ ദിക്റ ആലിഹത്തിന വ നദഉക വ റബ്ബക് എന്നതാണ് ഒരു റിപ്പോർട്ട്. നീ ഞങ്ങളുടെ ഇലാഹുകളെ, ഞങ്ങളുടെ ദൈവങ്ങളെ പരാമർശിക്കരുത്, എന്നാൽ നിന്നെയും നിൻ്റെ ദൈവത്തെയും ഞങ്ങൾ വെറുതെ വിടാം, ഞങ്ങൾ നിന്നെയും നിൻ്റെ ദൈവത്തെയും പരാമർശിക്കൂല എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ മൗലിക അടിസ്ഥാന തത്വമാണ് ഏകദൈവത്വം എന്നത്. ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂവെന്നും ആ സൃഷ്ടാവ് തന്നെയാണ് മനുഷ്യൻ്റെയും സൃഷ്ടാവെന്നും ആ സൃഷ്ടാവിന് വേണം മനുഷ്യൻ വഴങ്ങാൻ, കീഴ്വഴങ്ങാൻ,
അവൻ്റെ ആജ്ഞകൾ ശിരസാവഹിച്ചു കൊണ്ട് വേണം മനുഷ്യൻ ഇവിടെ ജീവിക്കാൻ. മനുഷ്യൻ മറ്റ് ഒന്നിനെയും പൂജിക്കാൻ പാടില്ല, ദൈവമായി കരുതാൻ പാടില്ല. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഇതിന് നേർവിപരീതമായിട്ടുള്ളത് ഷിർക്കാണ്. അപ്പോൾ ഈ ഷിർക്കിന് അംഗീകാരം കൊടുക്കണമെന്നും തൗഹീദിൽ നിന്ന് പിന്നാക്കം പോകണമെന്നും ആവശ്യപ്പെടാനാണ് അബൂ സുഫിയാൻ വന്നിട്ടുള്ളത്. മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. അതെന്താണ്? ഉർവിയ അന്ന അഹ്ല മക്ക ദഅു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അൻ യർജിഅ അൻ ദീനിഹി വയുഅതൂഹു ശത്റ അംവാലിഹിം വയുസവ്വിജഹു ഷൈബ ബിൻത് റബിയ ബിൻതഹു വഖവ്വഫഹു മുനാഫിഖുൽ മദീന അൻ യഖ്തുലൂഹു ഇദാ ലം യർജി. എന്താണ് പറഞ്ഞത്? മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ ദീൻ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ദീൻ ഉപേക്ഷിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നൽകാം. ഷൈബ ബിൻത്ത് റബീ അയാളുടെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കും. ഇതാണ് അബൂ സുഫിയാനും ആളുകളും വന്ന് നബിയോട് ആവശ്യപ്പെട്ടതെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. മാത്രമല്ല, മദീനയിലെ മുനാഫിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീഷണിപ്പെടുത്തി. എന്താണ് ഭീഷണി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ കൊന്നുകളയും. അപ്പോൾ എന്തിനാണ് അബൂ സുഫിയാൻ വന്നത്? അബൂ സുഫിയാൻ്റെ കൂട്ടാളികൾ അബൂ സുഫിയാൻ്റെ കൂടെ നബിയെ കണ്ടിട്ടുള്ളത് എന്തിനാണ്? സമവായം എന്ന് പറയുന്നത് ഒരു കൂട്ടർ അംഗീകരിച്ചിട്ടുള്ള മൗലിക തത്വങ്ങളിൽ നിന്ന് അവർ അത് ഉപേക്ഷിച്ച് പിന്തിരിയുകയും എന്നിട്ട് എതിരാളി പറയുന്നതിൽ ഒപ്പുവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണോ സമവായം? ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ആവശ്യം അംഗീകരിപ്പിക്കുക, ഇതിനാണോ സമവായം എന്ന് പറയാം? അപ്പോൾ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇവരെ ഞാൻ കൊന്നു കളയട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ആദർശത്തിൽ തീക്ഷണതയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതം തന്നെ അങ്ങനെയുള്ള പ്രകൃതമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ ബോധ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉമർ നബിയോട് ഇവരെ കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ ജബ്ബാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂരനായിട്ടുള്ള മർക്കടമുഷ്ടിക്കാരനായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയാണോ നിങ്ങളെൻ്റെ അടുത്ത് വന്നത്? ഉമറെ കൊന്നുകളാം എന്ന് പറയാതിരിക്കുമല്ലോ. ജബ്ബാർ പറയുന്നതനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്തായിരുന്നു? ഇവിടെ ആരാണ് മാന്യൻ, ആരാണ് അമാന്യൻ? ജബ്ബാറിൻ്റെ ദുഷ്ടബുദ്ധിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന മാന്യ അമാന്യ വിഭജനം അത് സുമനസ്സുകളായിട്ടുള്ള വിവേകശാലികളായിട്ടുള്ള ആരും അംഗീകരിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മാന്യമായിട്ടാണ് ഇവരോട് പെരുമാറിയത് എന്നതിൻ്റെ ഒരു തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോട് പറഞ്ഞു, അരുത്, ഞാൻ അവർക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവരെ മദീനയിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞു. ഇവിടെ പുറത്താക്കുക, പറഞ്ഞയക്കുക എന്നൊക്കെയുള്ള പ്രയോഗത്തെയാണ് ഇവിടെ ജബ്ബാർ ഭീകരമായിട്ട് ചിത്രീകരിക്കുന്നത്. അവരെ മദീനയിൽ നിന്ന് പറഞ്ഞയക്കാറിനാൽ അവർക്ക് അപകടം വരാതെ, കാരണം അവർക്ക് സംരക്ഷണം നൽകിയത് കൊണ്ട് ആ സംരക്ഷണ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് അപകടം വരാതെ മദീനയിൽ നിന്ന് അവരെ സുരക്ഷിതരായിട്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്? ഇസ്ലാമിൻ്റെ വളരെ നിർബന്ധമായി അനുയായികൾ അംഗീകരിക്കണമെന്ന് ഇസ്ലാം ശാസിക്കുന്ന ഒരു ശാസനയാണ്. ഒരേ കൂട്ടർക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷണം പിൻവലിക്കാതെ അവരവരുടെ സുരക്ഷിത സ്ഥാനത്തെത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. സൂറത്ത് തൗബയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുമ്മ അബിലിഗുഹു മഅ്മനഹു, അവരുടെ സുരക്ഷിത സ്ഥാനത്ത് അവരെത്തിച്ചു കൊടുക്കണമെന്ന്. ഈ നിയമമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാലിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ നിയമം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിറങ്ങുന്നത് പിന്നീടാണെങ്കിലും ഈ തത്വം ഖുർആൻ നേരത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഖുർആൻ അംഗീകരിച്ച തത്വം നടപ്പിൽ വരുത്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദീനയിൽ നിന്ന് പുറത്താക്കുക എന്നോ പറഞ്ഞേക്കുക എന്നൊക്കെയുള്ള
വാക്കിൻ്റെ ഈ അർത്ഥവിശകലനത്തിൽ വരുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നാട്ടിപ്പായിക്കല്ല ചെയ്തിട്ടുള്ളത്. ജബ്ബാറിൻ്റെ ഭാഷ അങ്ങനെയാണ്. ഇനി ജബ്ബാർ പറയുന്നതനുസരിച്ച് ഇവിടെ അബൂ സുഫിയാൻ വളരെ മാന്യമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് മാന്യത? മുഹമ്മദ് യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ടിട്ടും ആ പരാജയപ്പെട്ട മുഹമ്മദുമായിട്ട് യോജിച്ചു പോകാനാണ് ഖുറൈശികൾ തീരുമാനിച്ചിരുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിങ്ങളെയും പരിഹസിക്കുന്ന ഒരു ഏർപ്പാടാണ്. കാരണം യുദ്ധത്തിൽ തോറ്റു എന്ന് പറയുന്നത് പോലും ഭാഗികമായിട്ടേ ശരിയാവുള്ളൂ. കാരണം ഉഹദ് യുദ്ധത്തിൽ ആദ്യം മുസ്ലിങ്ങളാണ് ജയിച്ചത്. മുശ്രിക്കുകൾ, ശത്രുക്കൾ അവിടുന്ന് യുദ്ധക്കളം വിട്ട് ഓടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പരാജയം എപ്പോഴാണ് സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 50 വില്ലാളി വീരന്മാരെ ആ കുന്നിൻ്റെ മുകളിൽ, ഉഹദിലെ മലയുടെ മുകളിൽ നിർത്തിയിരുന്നു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നത്, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും, ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ഒന്നും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന്. പക്ഷേ മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും യുദ്ധത്തിൽ ജയിച്ചു. അവർ ഗനീമത്ത് സംഭരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ അമ്പെയ്ത്തുകാരിൽ ചിലർ അവർക്ക് അവിടെ നിൽക്കപ്പുറത്തില്ലാതായി. അവർ തങ്ങളുടെ നായകനോട് പറഞ്ഞു, ഇനി നമ്മളിവിടെ നിൽക്കണതിൽ അർത്ഥമില്ല, ശത്രുക്കൾ യുദ്ധക്കളം വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും ഒക്കെ ഗനീമത്ത് സംഭരിക്കണതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്നാൽ നമുക്കൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ നായകനോട് സംസാരിച്ചത്. പക്ഷേ നായകൻ അവരതിൽ നിന്ന് തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം എന്ത് വന്നാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഈ ആജ്ഞ കേൾക്കാതെ തൻ്റെ നായകനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ധിക്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോൾ കുറച്ച് ആളുകളാണ് പിന്നെ അവിടെ ബാക്കിയുള്ളത്. ഖാലിദ് റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണുള്ളത്, മുസ്ലിമായിട്ടില്ല. അദ്ദേഹം ഈ സംഗതി ആ കുന്നിൻ്റെ മലൻ്റെ മുകളിൽ നിന്ന് വില്ലാളി വീരന്മാരായിട്ടുള്ള കുറേ ആളുകൾ പോകുന്നത് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആളുകളെയും കൂട്ടി ആ കുന്നിൻ്റെ മറുഭാഗത്തു കൂടെ കയറുകയും മലക്ക് മുകളിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ കൊന്നിട്ട് അവർ പിന്നിലൂടെ വന്നിട്ട് മുസ്ലിങ്ങളെ ആക്രമിക്കുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് ഉള്ള ഒരടിയാണ് അവിടെ മുസ്ലിങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഭയചകിതരായിട്ടാണ് മുസ്ലിങ്ങൾ യുദ്ധക്കളം വിട്ട് ഓടിയിട്ടുള്ളത്. ഏതായിരുന്നാലും യുദ്ധത്തിൽ അവസാനം മുസ്ലിങ്ങൾ പരാജയപ്പെട്ടുള്ളത് ശരിയാണ്. അപ്പോൾ ഈ പരാജയത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് അബൂ സുഫിയാനും ഇക്രിമയും അവിടെ മദീനയിൽ വന്നത്. ആ ചൂഷണത്തിൻ്റെ രീതിയാണ്, നിങ്ങളുടെ ദീൻ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ കൂടാം, എന്നാൽ സ്വത്ത് തരാം, പെണ്ണിട്ടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ സുഫിയാനും ഇക്രിമയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വശീകരിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ ഒരു ആദർശനിഷ്ഠയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാന നായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കണം? ഇവിടെ ഇപ്പോൾ ജബ്ബാർ അയാളുടെ ഈ യുക്തി വിരുദ്ധമായിട്ടുള്ള യുക്തിവാദമായിട്ട് നടക്കുന്നുണ്ടല്ലോ. ജബ്ബാറിനോടാണ് ഇങ്ങനെ ഒരാൾ വന്ന് പറയണമെങ്കിൽ ജബ്ബാർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ജബ്ബാർ അതിന് വാങ്ങിയിട്ട് ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ ഒഴിവാക്കാം, നിങ്ങളുടെ കൂടെ കൂടാന്ന് പറയുമോ? അപ്പോൾ സ്വന്തം ചിന്തിക്കാൻ അല്പമെങ്കിലും നോളുണ്ടെങ്കിൽ ജബ്ബാർ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കൂല. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അബൂ സുഫിയാൻ്റെ പരിഹാസ്യമായിട്ടുള്ള ഈ ആവശ്യം അത് നിരാകരിച്ചുകൊണ്ട് അവരെ സംരക്ഷണം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായിട്ട് മദീനയിൽ നിന്ന് അവരെ പോകാൻ അനുവദിക്കുകയും സുരക്ഷിതമായി അവരവിടുന്ന് പറഞ്ഞയക്കാൻ വേണ്ടി തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയുമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സുഫിയാനോടും ഇക്രിമയോടും അമാന്യമായിട്ട് അപമര്യാദയായിട്ട് യാതൊന്നും പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ഈ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് ജബ്ബാർ അവൻ്റെ ദുഷ്ടബുദ്ധിക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഉമർ റളിയല്ലാഹുവിനെയും ഒക്കെ അധിക്ഷേപിക്കുകയും അബൂ സുഫിയാൻ വളരെ വലിയ മാന്യനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്ന്
കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ ജബ്ബാറിൻ്റെ യുക്തിവാദമാണത്, യുക്തിബോധമല്ല. ആ യുക്തിവാദമനുസരിച്ച് ജബ്ബാർ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷേ ചരിത്രം അറിയുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിൻ്റെ ഇതുപോലുള്ള വാചാട്ടോപ്പങ്ങൾക്ക് യാതൊരു നിലയും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് വസ്തുത. അത് പക്ഷേ ജബ്ബാറിന് അത് മനസ്സിലാവില്ല. കാരണം ജബ്ബാർ യുക്തിവാദിയാണല്ലോ.